ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. അല്ലേ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കിച്ചുകുട്ടൻ്റെ പിറന്നാളായിരുന്നു. അതായിരുന്നു ഒരു സന്തോഷമായിട്ടുള്ള വിശേഷങ്ങൾ. അത് ഇപ്പോൾ 2 ദിവസം വ്യാഴാഴ്ചയായിരുന്നു കിച്ചുകുട്ടൻ്റെ പിറന്നാൾ. പിന്നെ കർക്കിടകത്തിലെ ഉത്തരമാണ്. നമ്മൾ പിറന്നാൾ ചെറുതായിട്ടൊക്കെ നമ്മൾ ആഘോഷിച്ചു. രാവിലെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗണപതി ഹോമം, അർച്ചന, പാൽപ്പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ പോയി വഴിപാടുകളൊക്കെ കഴിച്ചു. പിന്നെ കുച്ചിക്കുട്ടനെ കുളിപ്പിച്ചു. അവന് ഗണപതി ഹോമ പ്രസാദവും ചന്ദനമൊക്കെ അവനെ തൊളിച്ചു. അവനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അമ്പലത്തിൽ പടിയുണ്ട് ഒത്തിരി ഇറങ്ങാൻ. അപ്പോൾ ആ പടി അത്രയും അവൻ ചവിട്ടി ഇറക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിലായിട്ട് അമ്പലത്തിൽ അവനെ കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും നടന്ന് തുടങ്ങുവാണെങ്കിൽ അന്നേരം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി പടിയാണ്. 1-2 പടിയൊക്കെ ആയിരുന്നു എങ്ങനെയും നമുക്ക് ചവിട്ടി ഇറക്കാമായിരുന്നു. പക്ഷേ കുറേ പടിയുണ്ട് അവനെ ഇറക്കാം. അതുകൊണ്ട് ഇതിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വിഷമമുണ്ട്. പിന്നെ നമ്മൾ പോയിട്ട് വന്ന് നമ്മൾ സാധാരണ പിറന്നാളിൽ നിന്ന് നമുക്ക് പറ്റുന്ന സമയമാണെങ്കിൽ നമ്മൾ ആഹാരമൊക്കെ പരിപ്പും പപ്പടമൊക്കെ വെച്ച് നമ്മൾ ഗണപതിക്ക് വെക്കാറുണ്ട്, വിളക്കിന് വെക്കാറുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് രാവിലെ കുളിച്ച് നല്ല ശുദ്ധമായിട്ട് വേണം നമ്മൾ ആഹാരം. നമ്മൾ ടേസ്റ്റ് ചെയ്തൊന്നും നോക്കത്തില്ല. ഉപ്പും നമ്മൾ അല്ലാതെ ചെയ്യുന്ന പോലെ ഉപ്പും പുളിയുണ്ടോ അങ്ങനെയൊന്നും നമ്മൾ നോക്കത്തില്ല. ഒന്നും ടേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഗണപതിക്ക് വെച്ച ശേഷം മാത്രം മാത്രമേ നമ്മളത് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മളത് ടേസ്റ്റ് ചെയ്തൊന്നും നോക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പിറന്നാളിനും നമ്മൾ പറ്റുന്ന സമയങ്ങൾ, പറ്റാത്ത സമയത്ത് ചെയ്യാറില്ല, പറ്റുന്ന സമയങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കിച്ചുകുട്ടൻ്റെ പിറന്നാളിന് നമ്മൾ പരിപ്പും പപ്പടവും അവിയലും വെച്ചല്ല, ഒരുപാട് ഐറ്റംസ് ഒന്നും വെച്ചില്ല. അവിയലും വെച്ചു. പിന്നെ ഒരു കിച്ചടി വെച്ചു, ബീട്രൂട്ട് വെച്ചിട്ടൊരു കിച്ചടി വെച്ചു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും അതിൻ്റെ തിരക്കിനിടയ്ക്കൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്ഥലമില്ല. എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ കുറേ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് മടി വരും. ഇനിയൊരു നല്ല ഫോൺ വാങ്ങണം. ഫോണിന് സ്പേസ് ഒട്ടുമില്ല. അതാണ് വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്തത്. ഞാൻ സേമിയ പായസം വെച്ചു. പിന്നെ നമ്മൾ വിളക്കിനൊക്കെ വെച്ചിട്ട് അവന് നമ്മളത് കൊടുത്തു. സേമിയ പായസമൊക്കെ അരച്ച് കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് സാധാരണ നമ്മൾ ബർത്ത്ഡേക്കായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വയനാട്ടിലെ ആ പ്രശ്നമൊക്കെ നടക്കുന്ന സമയമാണ്. നമ്മൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചില്ല. പിന്നെ കർക്കിടക വാവും കൂടെ ആയിരുന്നു. അപ്പോൾ കർക്കിടക വാവിൽ നിന്ന് കേക്കൊന്നും കട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വിനായക ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അവന് നല്ല അടിപൊളി കേക്കൊക്കെ കൊണ്ടാണ് വന്നത്. എന്നോട് പറഞ്ഞൊന്നും ഇല്ലായിരുന്നു വാങ്ങുന്നതെന്നൊക്കെ. പിന്നെ കേക്കും പിന്നെ കിച്ചുവിനൊരു ഉടുപ്പും ഒരു ടീഷർട്ടൊക്കെ അടിപൊളി നല്ല കറക്റ്റ് അളവൊക്കെയാണ് ടീഷർട്ടൊക്കെ. പിന്നെ ഈ വർഷത്തെ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. അതായത് വിനായക് സ്വന്തം വരുമാനത്തിൽ നിന്നാണ് അവൻ ജോലി കിട്ടി അവൻ്റെ വരുമാനത്തിൽ നിന്നാണ് അവൻ കേക്കും ഉടുപ്പുമൊക്കെ വാങ്ങി കിച്ചുവിന് കൊടുത്തത്. അതൊരു വളരെ സന്തോഷമാണ്. കാരണം ഇത്ര കൊച്ചിൽ തന്നെ അവനതിന് സാധിച്ചതൊരു ദൈവാധീനം തന്നെയാണ്. നമുക്കും ആദ്യ ശമ്പളമൊക്കെ കിട്ടിയപ്പോൾ നമുക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തന്നായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും ഉടുപ്പൊക്കെ വാങ്ങിച്ച് ടോപ്പും അമ്മയ്ക്ക് സെറ്റും കിച്ചുവിന് ഉടുപ്പും. അച്ഛനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛന് വാങ്ങിച്ചില്ല. അച്ഛൻ വരുമ്പോൾ അച്ഛന് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനൊരു വലിയൊരു മഹാഭാഗ്യം സാധിച്ചു. പിന്നെ ഇത് സച്ചു കിച്ചുകുട്ടന് കൊടുത്ത ഗിഫ്റ്റാണ്. ടെഡി ബിയർ, വലിയൊരു ടെഡി ബിയർ കൊണ്ടുവന്നു. ഭയങ്കര കണ്ട ഉടനെ എന്താണെന്ന് അറിഞ്ഞൂടാ. കിച്ചുവിന് ഇത് കണ്ട ഉടനെ പുതിയൊരു സാധനം ആയതുകൊണ്ടായിരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ടെഡി ബിയർ ആണോ കിച്ചൂസേ? ഹാപ്പി ബർത്ത്ഡേ വന്നു കിച്ചുവിനോട്. ഒരു ഉമ്മ വത്തിട്ട് വന്നു കിച്ചു ചേട്ടൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. Kichita. Happy birthday to you. Happy birthday to you.
ജിജിച്ചേട്ടന് അറിയാം ഫോട്ടോ എടുക്കുവാനാണ് ജിജിച്ചേട്ടൻ. കിച്ചുകുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഓരോ പിറന്നാളും നമുക്ക് സന്തോഷത്തോടു കൂടി അവനെ പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കണം. അതുപോലെ ഓരോ പിറന്നാൾ കഴിയുന്തോറും അവന് എന്തെങ്കിലും മാറ്റങ്ങൾ, പുരോഗമനം ഉണ്ടാവണം. അതാണ് ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ജീവിതത്തിൽ. അപ്പോൾ അതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കുക്കിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. നല്ല തിരക്കാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പക്ഷേ അതുകൊണ്ട് നമ്മൾ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അതുപോലെ റൈറ്റ് സൈഡിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. നമ്മൾ ആഴ്ച ഒരു ദിവസത്തേക്ക് വീഡിയോ ഇടുന്നുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മളെ വിശേഷങ്ങൾ. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റാ, ലവ് യു.